പൊതുജന ആരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അമീബിക് മെനഞ്ചോ എൻകഫലൈറ്റിസ് സംബന്ധിച്ച് ഈ സഭയിൽ ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതിൻ്റെ ഉദ്ദേശം രാവിലെ തന്നെ ഞാൻ വ്യക്തമാക്കിയിരുന്നു സർ. ഇത് സംബന്ധിച്ച് തെറ്റായ പല പ്രചരണങ്ങളും വളരെ ആസൂത്രിതമായി നടക്കുന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ സഭയും കേരളത്തിലെ പൊതുസമൂഹവും ഇത് സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള ഇതും കേരളത്തിൻ്റെ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് സർ ഈ സഭയിൽ ഇത് ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടത്. സർ, ഇന്ന് പ്രതിപക്ഷത്ത് നിന്ന് സംസാരിച്ച ബഹുമാനീയരായിട്ടുള്ള എല്ലാ MLA-മാരുടെയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും സർ. കേരളത്തിൻ്റെ സർക്കാർ സംവിധാനങ്ങളെ അടച്ച് ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം നിർഭാഗ്യകരമായി കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് സർ. എന്നെ അമ്പരപ്പിച്ചതും ദുഃഖിപ്പിച്ചതും പെരിന്തൽമണ്ണ അംഗം, ബഹുമാന്യനായിട്ടുള്ള പെരിന്തൽമണ്ണ അംഗം, അദ്ദേഹത്തിൻ്റെ ഒരു വാചകമാണ് സർ. അദ്ദേഹം ഈ സഭയിൽ പറയുകയാണ് സർക്കാർ ആശുപത്രികളെക്കാൾ ചെലവ് കുറവ് പുറത്താണ് എന്നുള്ളത്. സർ, ആരെ സഹായിക്കാനാണ് സർ അത്? സാർ, കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പ്രസവം നടക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ് സർ. അദ്ദേഹം അത് പിൻവലിക്കണം സർ. ഈ സംവിധാനം എന്നുള്ളത് സർ, ശ്രീ വിൻസെന്റ് പ്ലീസ്, മിനിസ്റ്റർ പറഞ്ഞോളും പ്ലീസ്. സർ, നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി സർ, ആദ്യത്തെ സർക്കാരിൻ്റെ EMS-ന്റെ കാലഘട്ടത്തിൽ ഈ സഭ പാസാക്കിയ സാർവത്രിക വിദ്യാഭ്യാസ നിയമം ഉൾപ്പെടെയുള്ള വിപ്ലവകരങ്ങളായിട്ടുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ നാം ആർജിച്ച വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയും സാമൂഹ്യ മുന്നേറ്റത്തിലൂടെയും രൂപപ്പെട്ടതാണ് സർ കേരളത്തിൻ്റെ പൊതുജന ആരോഗ്യ സംവിധാനം. ആ സംവിധാനത്തെ ഈ നിലയിലാക്കിയതിൽ ഒരുപാട് പേരുടെ വിയർപ്പൊഴുക്കിയിട്ടുണ്ട് സർ. ഇവിടെ ബഹുമാന്യരായിട്ടുള്ള അംഗങ്ങൾ ഭരണപക്ഷത്തു നിന്ന് സംസാരിച്ചതുപോലെ നിപ്പയിൽ ജീവൻ വെടിഞ്ഞ സിസ്റ്റർ ലിനി, 2022 കോവിഡ് കാലത്ത് ജീവൻ വെടിഞ്ഞ സിസ്റ്റർ സരിത ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരുടെ വിയർപ്പാണ് സർ. അതോടൊപ്പം ദിഷണാശാലികളായിട്ടുള്ള ഭരണതന്ത്രജ്ഞരുടെ അവരുടെ പരിശ്രമം ആണ് സർ ഇന്നത്തെ പൊതുജന ആരോഗ്യ സംവിധാനം സർ. സർ, അഭിമാനത്തോടെയാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പൊതുജനാരോഗ്യ മേഖലയിൽ കേരളം കൈവരിച്ച മികച്ച നേട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിവിടെ ഈ ചർച്ച നടക്കുന്നത് സർ. ശിശുമരണ നിരക്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞിരുന്നു, കേരളം അമേരിക്കൻ ഐക്യനാടുകളെക്കാൾ മികച്ച നിലയിൽ എത്തി എന്നുള്ളത് നമ്മളെപ്പോലെയുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് സർ. അത് അഭിമാനമാണ് എന്ന് പറയുന്നതിൽ എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിനൊരു അപമാനം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ആ അപമാനം ഉണ്ടാകുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി സാർ. എന്താണെന്നറിയുമോ? UDF-ന്റെ കാലഘട്ടത്തിൽ ശിശുമരണ നിരക്ക് 12 ആയിരുന്നു. 12-ൽ നിന്നാണ് 5 എന്നുള്ള നിരക്കിലേക്ക് ശിശുമരണ നിരക്ക് കേരളത്തിൽ എത്തിയത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മിനിസ്റ്റർ പറഞ്ഞോളൂ, നിങ്ങൾ കോറസ് പാടണ്ട, മിനിസ്റ്റർ പറഞ്ഞോളൂ സാർ. അതേപോലെ സാർ, പകർച്ചവ്യാധി പ്രതിരോധം, പൊതുജനാരോഗ്യ സംവിധാനം നമ്മളൊരു പോസ്റ്റ് കോവിഡ് കാലത്താണല്ലോ നിൽക്കുന്നത് സാർ. ഈ കോവിഡ് കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിർത്തുകയാണ്, നിങ്ങൾ കോവിഡിന്റെ ക്രെഡിറ്റ് ഒന്നും അടിക്കേണ്ട. എന്താണ് ഈ സഭയിൽ പറഞ്ഞിട്ടുള്ളത് സാർ? എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത് സാർ? കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ സഭയിലും അവർ പറഞ്ഞില്ലേ സാർ? PP കിറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവർ ഉന്നയിച്ചില്ലേ സാർ? സാർ, കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനം, സർക്കാർ ആരോഗ്യ വകുപ്പ് എടുക്കുന്ന നടപടികൾ തെറ്റാണ് എന്ന് പറഞ്ഞില്ലേ? ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രിയാത്മകമായിട്ടുള്ളൊരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചിട്ടില്ല. അവരെല്ലാവരും പറഞ്ഞ ഒരു വാക്കാണ്, ഇരുട്ടിൽ തപ്പുകയാണ്. വാസ്തവത്തിൽ കേരളത്തിലെ പ്രതിപക്ഷമാണ് സാർ ഇരുട്ടിൽ തപ്പുന്നത്. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിഞ്ഞുകൂടാ. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തിൻ്റെ മുന്നിൽ കേരളത്തിലെ പ്രതിപക്ഷം ഇരുട്ടിൽ തപ്പുകയാണ് സാർ ചെയ്യുന്നത്. സാർ, ഇവിടെ കോവിഡ് കാലത്ത് ഇപ്പോൾ വൈറ്റൽ രജിസ്ട്രേഷൻ സർവേ റിപ്പോർട്ട് പുറത്തു വന്നു സാർ. വൈറ്റൽ രജിസ്ട്രേഷൻ സർവേ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എന്താ കണ്ടത്? നമ്മൾ കണ്ടത് ഇന്ത്യയിൽ ഏറ്റവും മികച്ച നിലയിൽ കോവിഡ് മരണനിരക്ക് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ് എന്നുള്ളതാണ് സാർ. സാർ, നമ്മൾ കണ്ടു WHO ലോകാരോഗ്യ സംഘടന പറഞ്ഞു ഇന്ത്യയിൽ 45 ലക്ഷം മരണങ്ങൾ കോവിഡ് കാലത്ത് ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയിലെ ഔദ്യോഗികമായിട്ടുള്ള കണക്ക് എത്രയാണ് സാർ? പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ± വളരെ .something അല്ലെങ്കിൽ ആ നിലയിൽ മാത്രമാണ് അത് ശാസ്ത്രീയമായി തന്നെ അംഗീകരിക്കപ്പെട്ടതാണ് സാർ. അപ്പോൾ അതിലെന്താണ്? കേരളത്തിൻ്റെ ഭരണപക്ഷത്തിന്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് തന്നെ, അതോടൊപ്പം തന്നെ സാർ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ
അതോടൊപ്പം തന്നെ പൊതുസമൂഹം എല്ലാവരും ഇതിൽ പങ്കാളികളാണ് സർ.